ഡേ 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 നീ എന്തോ കാണിക്കണത്? പിന്നെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഈ വർഷം കൊറോണയ്ക്ക് ശേഷമുള്ള സ്കൂൾ വന്ന ബാച്ചായതുകൊണ്ട് കൊറോണ നമ്മൾ 2 ദിവസം വീട്ടിൽ നിന്ന് ദുഃഖിച്ചതല്ലേ, അതുകൊണ്ട് നമുക്കിനി ഈ വർഷം കൂടെ ടൂറില്ല. അപ്പോൾ അത് പേടിക്കണ്ട. ഞാൻ പുതിയൊരു വരി ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ക്യാമ്പ് ഫയർ നടത്തുന്നു. നമ്മളെ ക്ലാസ്സിലുള്ള ബാക്കി പേരോടും ഉണ്ട്. നമുക്കിന്ന് ക്ലാസ് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഫ്രൈഡേ പോകുന്നു, തിങ്കളാഴ്ച തിരിച്ചു വരുന്നു. അവധിയാവൂലേ? ഇല്ല, സ്കൂൾ ഓണത്തിനല്ലേ. എടാ പൊട്ടാ, ഓണത്തിന് അവധി കിട്ടൂലടാ മണ്ട. നിങ്ങൾ പോയി കാശ് ഒപ്പിച്ചുകൊണ്ട് വാ. 3500 രൂപയാണ്. പറ്റണ ഒപ്പിക്ക്. നിങ്ങൾ എന്തിത്ര ലേറ്റായത്? ഞാൻ നിങ്ങളെ കാത്ത് എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ബയോളജിയിൽ പിന്നൊരു കാര്യമുണ്ട്. സയൻസിൽ നിങ്ങൾ 3 പേരാണ് ആകെ ഇൻട്രസ്റ്റ് എടുത്തിട്ടുള്ളത്. 43 പേര് 3 പേരാണ് സയൻസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ 3 പേർക്ക് ഓണം വെക്കേഷൻ സമയത്ത് സ്പെഷ്യൽ ക്ലാസ് കാണും. ടീച്ചർ ഓണത്തിന് നമുക്ക് ഒരു ഫ്രൈഡേ ടു ട്യൂസ്ഡേ വരെ നമുക്കൊന്ന് അവധി തരുമോ ടീച്ചർ? വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ അവധി തരുമോ ടീച്ചർ? അഫ്കോഴ്സ്. പക്ഷേ അവധി ശേഷം നിങ്ങൾക്ക് ബയോളജി നിങ്ങൾ സെമിനാറായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നാളെയാണ് വെള്ളിയാഴ്ച അല്ലേ? അപ്പോൾ നാളെ ലീവ് എടുത്തോളൂ. പക്ഷേ വരുമ്പോൾ സെമിനാറായിരിക്കും. ആർക്കും ഡൗട്ട് അടിക്കരുത്. നമ്മൾ ക്ലാസ്സിൽ 3 പേരല്ലാണ്ട് ക്യാമ്പ് ഫയറിന് വേറെ ആരും വരരുത്. നമ്മൾ സ്റ്റഡി ലീവാണെന്ന് പറഞ്ഞ് എടുക്കുന്നു. വെള്ളിയാഴ്ച, അതായത് നാളെ രാവിലെ കൃത്യം എല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. അതിന് ശേഷം വെള്ളിയാഴ്ച പോകുന്നു, രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നു. തിങ്കളാഴ്ച ഇങ്ങ് വരുന്നു. ഇതാണ് പ്ലാൻ. സിമ്പിൾ പ്ലാനാണ്. ഇത് പാലിക്കാൻ നമ്മൾ 3 പേര് മാത്രം മതി. കണ്ടടാ, ഫിസിക്സ് ലാബിന് അവൻ മോശിച്ച ടോർച്ച് വെച്ചോണ്ട് അവൻ കുറേ നേരമായിട്ട് നടക്കണമല്ലോ. എൻ്റെ ടോർച്ച് വെച്ചേക്ക്, നമുക്ക് ആവശ്യം വരും. ഒടുവിൽ നമ്മളിവിടെ ക്യാമ്പ് ഫയറിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ചുമ്മാ തീ കാറ്റും കൊണ്ട് ഫുഡും കഴിച്ച് ഗിറ്റാറും വായിച്ച് അവിടെ കിടന്നാൽ മാത്രം പോരാ. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി വേണം. പോയി അത് കണ്ടുപിടിക്ക. മിസ്റ്റർ, ഞാനൊരു കഥ പറയാം. നീ എപ്പോഴും നിന്റെ ഈ ഓള സ്റ്റൈല് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്താടാ നീ ഇങ്ങനെ? കഥ പറ. ഒരു ഹൊറർ മൂഡ് വേണം, എന്നാലേ പൊളിയായിരിക്കുള്ളൂ. പറഞ്ഞു തുളക്കി അലവലാളി. കട തുടങ്ങുന്നത് ഒരു പ്രേതത്തിൻ്റെ അമ്പലത്തിൽ നിന്നാണ്. ഈ അമ്പലം മാത്രമല്ല, ഈ അമ്പലത്തിൽ നിന്ന് കുറേ പോണം. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു വരിയുണ്ട്. ആ വരി കടന്ന് പോണം. ഇംലി പ്രേതത്തിനെ പിടിക്കുന്ന വേട്ടക്കാരനാണ്. ഇംലി ദ ഗോസ്റ്റ് ഹണ്ടർ ആണ് ഈ കഥയുടെ പേര്. ഇംലിയുടെ ഭർത്താവ് ബൈനോക്കുലർ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും. ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് പോയുള്ള വാതിൽ ഓപ്പൺ ആവും. ആ വരിക്കൂടെ വെള്ളത്തിൻ്റെ കൂടെയും പറന്നെല്ലാം മാസിലെത്തുകയും ചെയ്യും. മാസിൽ നേരെ ചാടി തിരിച്ച് വെള്ളത്തിനവിടെ എത്തും. ഒരു നോക്കി ഹസ്ബൻഡിൻ്റെ കൂടെ ഇംലി നടക്കും. ഇംലിയുടെ കയ്യിൽ എപ്പോഴും വാള് കാണും. വീട് പുറത്തുനിന്നാണെങ്കിലും വീട്ടിലേക്ക്
പോവാൻ റോഡിൻ്റെ അടിയിൽ കൂടെ പോകണം. അവിടെയുള്ള ഫൂട്ട് വന്ന് നീങ്ങുന്നു, കുഴി ഉണ്ടാവുന്നു, അതിൽ കൂടെ പോകുന്നു. അതുകൂടെ പോയിട്ട് ഏനി ഇറങ്ങി ഒരു ഫൂട്ട് നിഞ്ചയുടെ ഒരു സെറ്റപ്പുള്ള വീടാണ് എംലി ദ ഗോസ്റ്റ് ഹണ്ടറിന് ഉള്ളത്. എംലിയുടെ വീട്ടിൽ നിന്ന് വേണം ഇനി പോകേണ്ടത്. ടെമ്പിൾ വഴി ഇനി വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുകയാണ്. വെള്ളത്തിൻ്റെ അടിയിലുള്ള ഷാർക്ക് രാജാവിൻ്റെ കൂടെ. ഷാർക്ക് രാജാവിന് എപ്പോഴും 2 സെക്യൂരിറ്റികൾ കാണും. ഒരാൾ കയ്യിൽ നമ്മുടെ ഭഗവാൻ ശിവൻ്റെ കയ്യിലുള്ള ശൂലം സാധനവും ഒരാളുടെ കയ്യിൽ പെട്ടെന്ന് അടിക്കുമ്പോൾ തന്നെ നെഞ്ച് വേദനിക്കുന്നതാണ്. ഇതെല്ലാം എന്നാൽ ഷാർക്ക് രാജാവ് അവിടെ ഒരു സ്ഥലത്തിരിക്കും. എന്നിട്ട് ആ സ്ഥലമെല്ലാം നോക്കും. ഒരു ബീച്ചിൻ്റെ അടിയിലാണെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അടിയിൽ ട്രഷർ നിറച്ച ഒക്ടോബസും ഉണ്ട്. ഷാർക്ക് രാജാവേ പ്രണാമം. ഈ വെള്ളത്തിൽ കൂടെ എങ്ങനെ നമ്മൾ പോകും? ഇവിടെ എത്താൻ നമുക്കാണെങ്കിൽ പേരത്തിനെ അന്വേഷിച്ച് വേണം നമുക്ക് പോകേണ്ടത്. നമ്മളാണെങ്കിൽ ഈ ബീച്ചെല്ലാം തേടിയാണ് നമ്മൾ വന്നത്. നിങ്ങൾ ബീച്ച് തേടി പോകണം. ബീച്ച് തേടി നിങ്ങൾ പോയിട്ട് ബീച്ചിന്റെ കരയിൽ കയറണം. എൻ്റെ അവിടെ നിന്നൊരു ട്രെയിൻ പിടിച്ച് മാനത്ത് പറന്ന് പോകണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ മാസിലെത്തും, ചൊവ്വാഗ്രഹത്തിലെത്തും. അവസാനം അവന്മാര് പേരത്തിനെ കണ്ടുപിടിക്കുമോ? എംലി ദ ഗോസ്റ്റ് ഹണ്ടർ എന്നാണ് അവളുടെ പേരെങ്കിൽ അവൾ ഉറപ്പായിട്ടും അത് കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ പുതിയൊരു വിവരം കിട്ടിയിരിക്കുകയാണ്. സത്യമാണോ കള്ളമാണോ എന്ന് അറിഞ്ഞൂടാ. എംലി തേടുന്ന ഗോസ്റ്റ് നമ്മൾ താമസിക്കുന്ന ഈ ഫോറസ്റ്റ് തന്നെ ഉണ്ടെന്നാണ് കിട്ടുന്ന വിവരം. നീ പോടെ പേടിപ്പിക്കേണ്ട മയില്. നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇവിടെ നിന്ന് ചാടി കടലിന്റെ അടിയിൽ കൂടെ പോയി നമ്മളിനി അയാളെ കണ്ടുപിടിക്കണം. എൻ്റെ അച്ഛൻ കുറെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചതാ. എൻ്റെ അച്ഛനെ കൊന്ന പ്രേതമാണത്. പ്രേതം ഒളിച്ചിരിക്കുന്ന ആളുകൾ മാത്രമല്ല, പ്രേതം ഒളിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള എല്ലാ ആളുകളെയും ഞാൻ എൻ്റെ ഈ വാൾ വെച്ച് കൊല്ലും. എനിക്ക് ചെറുതാവാനും വലുതാവാനും കഴിയും. മിസ്റ്റർ വാ നോക്കി ഭർത്താവേ, എവിടെയെങ്കിലും ഒന്ന് കാണിച്ച് താളാ. കണ്ട, പ്രേതമാണ് എൻ്റെ ചിഹ്നം. പ്രേതമേ, എൻ്റെ അച്ഛനെ കൊന്ന പ്രേതമേ, ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച രാത്രി കഴിഞ്ഞിരിക്കുകയാ, മനസ്സിലായോ? നാളെയും കൂടെ ഉള്ളു നമുക്ക്. നാളെ രാവിലെ നമുക്ക് ബാക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് പോയി സെമിനാറിന് പഠിക്കണം. ഇല്ലെങ്കിൽ അറിയാമല്ലോ സുജാത മിസ് എന്ത് ചെയ്യുമെന്ന്. റിയലായിട്ട് നമ്മളുടെ ഹ്യൂമൻ ടോപ്പിക് എന്തോന്നായിരുന്നു? ഡൈജസ്റ്റീവ് സിസ്റ്റം. റിയലായിട്ട് നമ്മളെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പോയി നമ്മളെ കയറി പഠിപ്പിക്കും. ഒന്ന് പോടാ, നീ എന്ന് വേണം, ഒന്ന് പോടാം. അപ്പോൾ നാളെ തന്നെ നമ്മൾ തിരിക്കും. ഓക്കെ കുട്ടികളെ, നിങ്ങളെല്ലാം പഠിച്ചൊന്നു വിചാരിക്കുന്നു. ഒന്നാമതിരിക്കുന്ന ആള് യെസ് ടീച്ചർ. ഡിഫൈൻ ഡൈജഷൻ. ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് കോംപ്ലക്സ് food part materials into simple absorption substance is called digestion. Okay, അടുത്ത ആള് what are the parts of alimentary canal? Teacher, buccal cavity, esophagus, stomach, small intestine, large intestine, rectum, anus. Okay, ടോർച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആള്
where the salivary gland found. Buccal cavity. എല്ലാം കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരക്കുകൾ കാണും എന്നറിയാം. എന്നാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഒരിക്കലും ആവരുത് ഇങ്ങനെ. കേട്ടല്ലോ, ഇവൻ കട പകുതി വെച്ച് നിർത്തി. ഇവൻ്റെ കഥയുടെ ബാക്കി എന്താണ്? എംലി ദ ഗോസ്റ്റ് ഹണ്ടറിൻ്റെ കഥ ഒരാൾ പറഞ്ഞു തുടങ്ങിയ അതിൻ്റെ ക്ലൈമാക്സ് ആവാണ്ട് എംലി ദ ഗോസ്റ്റ് ഹണ്ടർ നമ്മളെ വെറുതെ വിടില്ല. ഇവൻ്റെ ഈ പൊട്ടക്കഥ കേൾക്കാൻ ഞാനാണ് പറഞ്ഞത്. മിസ്റ്റർ മനസ്സിലായോ? നിങ്ങൾ മൂന്നുപേരും എൻ്റെ കൂടെ വരും. പ്രേതത്തിന് അന്വേഷിക്കാൻ എന്നെ വിളിച്ചു വരുത്തിയതല്ലേ? ഈ ചുവപ്പ് സിഗ്നൽ മാറിയ ഉടൻ തന്നെ ഞങ്ങൾ പറന്നു പോവും മാസിൽ കാൽ കുത്താൻ. അവിടെ നിന്ന് പ്രേതം വീണ്ടും സമുദ്രത്തിലേക്കല്ല ചാടിയത്. പ്രേതം എങ്ങോട്ടാണ് ചാടിയത്? രാഘവ്, നമ്മൾ ക്യാമ്പ് ഫയർ നടത്തിയ ക്യാമ്പിലാണ് എംബി ദ ഗോസ്റ്റ് ഹണ്ടർ മാഡം. ഉറപ്പായിട്ടും ആ ഗോസ്റ്റിനെ എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ കൊല്ലും. കാരണം അതൊക്കെ പുകയുണ്ട്. ടോർച്ച് ലൈറ്റ് അടിക്കണം. മതി. മാസിൽ നിന്ന് നേരെ ചാടാൻ. മാസിൽ ഓക്സിജൻ എണ്ണം കുറവായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ചാടിക്കണം. ഗ്രാവിറ്റി കുറവായിരിക്കും. എടാ മനുവേ, നീ കാരണം ഇപ്പം നിനക്ക് കരിനാക്കാണോടാ? ഇതിപ്പോ സത്യമായില്ലേ? ഇനി നമ്മളെന്ത് ചെയ്യും? മാസിലേക്ക് പോകാനുള്ള റോക്കറ്റിനെ പറ്റി ഹാൻഡ് ചെയ്ത് നിൽക്കുക സയന്റിസ്റ്റ്. മിസ്റ്റർ സയന്റിസ്റ്റ് കുട്ടമ്പിള്ള, ഡോക്ടർ കുട്ടമ്പിള്ള, മാസിലേക്ക് പോകുന്ന റോക്കറ്റിൽ ഞങ്ങളെ കയറ്റണം. വേറെ ആരെയും കയറ്റരുത്. ഇറ്റ്സ് എ സീക്രട്ട് മിഷൻ. Let me inside, otherwise I am the Emily the Ghost Hunter. I will kill you. ശരി വാ, എന്താ കൂടെ വാ. ചൊവ്വാഗ്രഹത്തിൽ നമ്മൾ അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഗ്രാവിറ്റി കുറവാണ്. ഞാൻ തന്നെ ഇവിടെ പറക്കുകയാണ്. ആർക്കും ടച്ച് ചെയ്യാൻ കഴിയില്ല. ഗ്രാവിറ്റി കാണാൻ നിങ്ങൾ പൊങ്ങിയിരിക്കും. ഗ്രാവിറ്റിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു ഒരുത്തൻ. ഐ വാണ്ട് കിൽ എ ഗോസ്റ്റ്. ഗോസ്റ്റിന് പറക്കാൻ കഴിയും. എനിക്കും പറക്കണം. ഗോസ്റ്റിന് പറക്കാൻ കഴിയും. എനിക്കും പറക്കണം. എൻ്റെ അച്ഛനെ കൊന്ന ഗോസ്റ്റിനെ എനിക്കൊന്ന് കാണണം. ഇല്ലെങ്കിൽ ഞാൻ ജീവനോട് ഇരുന്നിട്ട് എന്താണ് കാര്യം? I want to kill a ghost. എമ്മി ദ ഗോസ്റ്റ് ഹണ്ടർ എന്നെ തേടി എങ്ങോട്ട് വരാനാ? ഞാനാണെങ്കിൽ ആ പിള്ളേരുടെ സ്കൂളിൽ ഒളിച്ചത് എമ്മി ദ ഗോസ്റ്റ് ഹണ്ടർ കണ്ടുപിടിക്കുകയും ചെയ്തു. പണിയാവുകയും ചെയ്തു. ആ സ്കെൽറ്റൻ രൂപത്തിന് അടങ്ങുകയും ചെയ്തു. എന്നെ അന്വേഷിച്ച് ഇവിടെ വരും. എന്നെ കൊല്ലാൻ സമ്മതിക്കില്ല. അയ്യോ, ആരാ പറഞ്ഞ? അയ്യാ, ഇവിടെ ഗോസ്റ്റ്. ഷിമ്മി, നിനക്കെന്നെ കൊല്ലാൻ കഴിയും. എൻ്റെ അച്ഛനെ കൊന്നോളാം.
അട്ടപ്പാട്ടൊന്നും നിനക്കെന്നെ തളർത്താൻ കഴിയില്ല. യെസ് മീ ദ ഗോസ്റ്റ് ഹണ്ടർ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇവന്റെ ഒരു കഥ, ഇവൻ ഈ കഥ പറഞ്ഞ് തുടങ്ങിയത് ഇവിടെ, നമ്മളിപ്പോൾ നിൽക്കണത് ഇവിടെ. നമ്മുടെ സ്കൂളിൽ നിന്ന് കാണാതായതുകൊണ്ട് അവിടെ സ്കൂളിൽ നിന്ന് പോലീസും അല്ലേ വന്ന് കാണും. ആവോ എം ഡിയുടെ ഗോസ്റ്റ് ഉണ്ടാ, സുജാത മിസ്സാണ് നമ്മളെ കൊല്ലും. ഇവൻ പറഞ്ഞ അനുസരിച്ച് ഇനി ഗോസ്റ്റ് ഇവിടെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ഗോസ്റ്റ് നമ്മളെയും കൊല്ലുമോ? യമി മിസ്റ്റർ പേരം, നിങ്ങൾ ഇറങ്ങി വരൂ, നിങ്ങൾ ഇറങ്ങി വരിക, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാനിന്ന് കൊന്നു കൊല വിളിക്കടാ. മര്യാദക്ക് ഇറങ്ങി വന്നോ നീ. ഡോക്ടർ കുട്ടംപ്ല, ഒരു 2-3 റോബോട്ടിനെ നിങ്ങൾ ഇറക്കൂ അതൊക്കെ പിടിക്കാൻ. I want to take the revenge because he killed my father. ഞാനാണ് റോബോസാക്ക്. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആളെ ഞാൻ ടാർഗറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അവിടെ 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 മേലെ മേലെ ഉണ്ട്. പിടി. വാട്ട്? ഞാൻ പോയി വീട്ടിന് പുറകുവശത്ത് കൂടെ പോട്ടെ. എന്നെ കണ്ടുപിടിക്കും. ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. Have it to be back. What a bloody humans that they came here. എന്തൊരു ഹ്യൂമൻസ് ആയിരുന്നു നമ്മളുടെ ഇതെല്ലാം, ഈ സാമ്രാജ്യമെല്ലാം എടുത്തോണ്ട് എന്തൊക്കെയായിരുന്നല്ലേ. എൻ്റെ കാലം ഇനി അവന്മാര് വരില്ല. മിസ്റ്റർ മോക്ഷൻ ഗോസ്റ്റ്, നീ എന്നാണ് ഞങ്ങളുടെ കൂടെ നമ്മളെ പോലത്തെ ഏലിയൻ ആവുന്നത്? ആ വാരി അടച്ചേക്ക്. ആടി പോണവനല്ല ഫാറ്റ്. പിന്നെ പറ എന്തൊക്കെണ്ടാ നിനക്ക് വിശേഷങ്ങളെ? ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നുണ്ട്. മനുഷ്യന്മാർ എന്നെ അന്വേഷിക്കുകയാണ്. ഇവിടെ വന്ന മനുഷ്യന്മാർ എന്നെ അന്വേഷിച്ച് ഞാൻ രഹസ്യത്തെ താമസിക്കുന്ന കാട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആര് വന്നാലും എല്ലാവരും ഞാൻ കൊല്ലും. എന്നെ അച്ഛനെ കൊന്ന പേരത്തിന് എനിക്ക് വേണം. ഗോസ്റ്റ് ഹണ്ടർ, you are in my custody. ഞാൻ എന്റെ ഏലിയൻ ഫോഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. And we are going to kidnap you. നിങ്ങളെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോവുകയാ. എന്നിട്ട് നമ്മൾ ചൊവ്വ ഗ്രഹത്തിക്കൊണ്ടുപോയി നിങ്ങളെ കൊല്ലും. ഇങ്ങനെ വാള കൊണ്ട് ഒന്നും കൊല്ലും നമുക്ക്. നീ എവിടെയാ? മിസ്റ്റർ ഡോക്ടർ ബോസ്, പറയൂ. ജംലീനെ ആ ഗോസ്റ്റ് ഏലിയൻസ് വെച്ച് പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. എങ്ങോട്ട് പിടിച്ചോണ്ട് പോയി? ചൊവ്വാഗ്രഹത്തിൽ മാസിൽ പിടിച്ചോണ്ട് പോയി. ഉടൻ തന്നെ നമ്മൾ നമ്മുടെ സാക്ക് റോബോനെ അവന്മാർ എടുത്തുകൊണ്ട് പോയി. ഉടൻ തന്നെ പിടിക്കണം. ആ പിള്ളേർ വേണ്ട. എനിക്ക് ഒരുത്തൻ്റെ സഹായം വേണ്ട മിസ്റ്റർ. ഞാൻ ഒറ്റയ്ക്ക് പോവും എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ. Of course you can go.
You wanna? Change and I want to see my wife. Go underground and you can see your wife. Chaka, what up? ഓക്സിജൻ നമുക്ക് മാത്രമേ ഓക്സിജൻ കിട്ടൂ. നിനക്കോ നിന്റെ വൈഫിന് ഇവിടെ ഓക്സിജൻ കിട്ടില്ല. ഓക്സിജൻ കണ്ട ഒരു 0%. ഞാൻ ഭാര്യയെ കൊണ്ടേ പോവും. വാതിലടച്ചേക്ക്, ഒരിക്കലും തുറക്കണ്ട. ആ റോബോസാക്കും കൂടെ അവർ ചാത്ത് കിടക്കട്ടെ. നമ്മൾ വെള്ളത്തിനടിയിൽ പെട്ടിരിക്കുന്നു. വെള്ളത്തിനടിയിലുള്ള നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടും. നിങ്ങൾ വീണ്ടും വന്നോ? നിങ്ങൾ എങ്ങനെ വന്നു? സാക്ഷി രാജാവേ, നമ്മളെ കടിക്കരുത്. ഏലിയൻസ് ഇവിടെ കിഡ്നാപ്പ് ചെയ്തു. ഇവിടെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ അവന്മാരൊരു ചതിക്കുതിയിലായിട്ടത്. അത് നേരെ വന്ന് ഇവിടെ വീണു. നമ്മൾ ഏലിയൻസ് അല്ലേ? മാസിലല്ലേ അവന്മാരെ കുറെ ഉണ്ട്. അവന്മാരെ ഞാൻ കൊന്നിട്ട് വരാം. നന്ദിയുണ്ട്, ഭയങ്കര നന്ദിയുണ്ട്. അവന്മാരെ ഞാൻ ഏറ്റു. കൂട്ടുകാരെ അവൾ എംലി പെട്ടു. എംലിയുടെ ഗോസ്റ്റ് ഹണ്ടർ അല്ലേ? ഇനി അവള് തീർന്നു. മോശൻ രാജാവേ, ഒരു അപകടം വരുന്നു. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോ. സമുദ്രത്തിനടിയിൽ ഒരുത്തൻ വരുന്നു. ഈ സമുദ്രത്തിനടിയിൽ നിന്ന് ഏത് വേണ പറഞ്ഞ? കൂട്ടുകാരങ്ങൾ വളരെ തൊള്ളയിടാം. അച്ഛനെ കൊന്നിട്ട് നടക്കുക അല്ലടാ നീ. നിന്നെ ഞാനിത് ഇവന്മാരെ കൂട്ടുനിന്ന് ആരെയും എനിക്ക് കൊല്ലണ്ട. വെറും അയാളെ കൊന്നിട്ട് കായമില്ല എംപ്ലി. എന്ത് കാരണം അയാളെ കാലം മുകളിൽ ഒരു ഭേദമുണ്ട്. അതിനെ കൊന്നാലേ കായം നടക്കും. അത് എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് ദിവസം ആ ഫയർ ക്യാമ്പുള്ള സ്ഥലത്ത് നിങ്ങൾ താമസിച്ചാലേ പറ്റൂ. അവൻ ചത്തിയെങ്കിൽ അവനെ ഞാൻ തിന്നിട്ട് വരാം. ഏതെങ്കിലും ഹിന്ദി പാട്ട് വെച്ച് നമുക്ക് തുടങ്ങാം അല്ലേ? അതാണ് അതിൻ്റെ ഒരു ശരി എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അന്ന് നമുക്ക് അടിച്ചു ചോദിക്കാൻ പറ്റില്ല. ഇന്ന് എംലിയുടെ ഗോസ്റ്റ് ഹണ്ടർ തന്നെ നമുക്ക് ഇവിടെ അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നതേ എംലിനെ തട്ടിക്കൊണ്ടുപോയി. എംലിന് വരെ തിരിച്ചറിയും. ഞാൻ നിന്ന് ഡാൻസ് കളിച്ച് മറയ്ക്കും. നമ്മൾ മുഴുവൻ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഭാഗ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ये जवानी है दीवानी बदतमीज दिल मारना बदतमीज दिल मारना.
അതല്ലായിരുന്നു റിയൽ പേദം. റിയൽ പേദം ഇപ്പോഴുണ്ട്. അയാൾ മരിക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അയാൾ മരിക്കണ മുമ്പ് അയാൾ പറഞ്ഞിരുന്നു. മരിക്കണ മുമ്പ് അയാൾ പറഞ്ഞിരുന്നു. എന്താണ് അയാൾ പറഞ്ഞത്? ആണത് കുട്ടിയല്ലേ പോയി നോക്കൂ. അയാളെ ബോസ് ഇവിടെ എവിടെയെങ്കിലും കാണും. നമ്മളുടെ കണ്ണിൽ പറ്റാത്ത ഭാഗത്തായി അയാളുടെ ബോസ്. നമ്മൾ ബോസിനെ മാക്സിമം തേടണം. എന്തായാലും നമ്മളെ ഷാർക്ക് വെച്ചും എല്ലാം കൊല്ലാൻ നോക്കിയതല്ലേ. ഇനി നമുക്ക് അവിടെ അങ്ങ് തീയിടാം. എന്നാലേ ശരിയാവും. നമുക്ക് ഫയർമാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വേണ്ട, ഞാൻ തന്നെ തീയാവും. ഞാൻ തന്നെ ഫയർമാനാവും. അവിടെ മൊത്തം എൻ്റെ ആളുകളെ കൊണ്ട് ഞാൻ നിറയ്ക്കൂല. മൊത്തം തീറ്റ കത്തിക്കും. അവന്മാർ എനിക്ക് ദ്രോഹങ്ങളാ ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഫലം ഞാൻ അവന്മാർക്ക് കൊടുത്തിരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ലടാ മോക്ഷ. ഇവിടെ ഒരിക്കലും നേരം വെളുക്കില്ല. അതും ഈ പേരക്കിന്റെ ചതിയാണ്. അതുകൊണ്ട് ആരും അറിയത്തില്ല. എന്താ അവിടെ? നമ്മൾ സയന്റിസ്റ്റ് മരിച്ചേ. സയന്റിസ്റ്റ് തീയിൽ കത്തി വെള്ളത്തിൽ മുങ്ങി മരിച്ചേ. അയ്യോ സയന്റിസ്റ്റ് മരിച്ചു. ഇത് ഞാനാടാ, മോക്സ ദ ഫയർമാൻ. സൂക്ഷിച്ചു നിന്നോ, നിന്നെ കത്തിച്ചു. നീയും ഇവിടെ വന്ന് റോബോട്ട് ആവടാ. വാടാ അങ്ങോട്ട് പോടാ. സയന്റിസ്റ്റ് കുട്ടമ്പള, നിങ്ങൾ എന്റെ പോലെ റോബോട്ട് പോലെ എൻ്റെ റോബോട്ടായിട്ട് പോയി അഭിനയിക്കാൻ പോവാ. സയന്റിസ്റ്റ് പെട്ടു അല്ലേ? സയന്റിസ്റ്റ് കുട്ടമ്പള, അങ്ങനെ പറയണ പോലെ നീ ചെയ്യും. ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. നമ്മളെ ഹെലികോപ്റ്റർ, നമ്മുടെ ആള്, നിങ്ങളെ ഈ ഫുൾ സ്റ്റേഷൻ തന്നെ ഞങ്ങളുടെ ആളുകളെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് അവന്മാർ വരും. അപ്പം നമ്മൾ അലാമിട്ട് അവന്മാരങ്ങ് ലോക്ക് ചെയ്യും. പിന്നെ അവന്മാർ വരത്ത് പോലുമില്ല. ബിക്കോസ് ഞങ്ങൾ നിങ്ങളുടെ സയൻറ്റിസ്റ്റ് ഓഫീസ് കൈകാര്യം എല്ലാം അപ്പോൾ നമ്മുടെ കൺട്രോളിലാണ് നടക്കുക. കോടലങ്ങ് കയറി കളിക്കല്ലേ. ഇവനെ പിടിച്ച് അകത്തിട്. അവിടെ അകത്ത് പോയിക്കടാ. പോ അവിടെ നടന്നാ മതി കേട്ടാ. നീ അവിടെ കിടന്ന്. എനിക്ക് ഉറപ്പുണ്ട്
സയന്റിസ്റ്റ് കുട്ടമ്പിളയവന്മാർ എവിടെയാണ് കൊണ്ടുവന്ന? വാ എന്ന് വാ നോക്കി ഭർത്താവേ. Oh no! You're trapped! ചതിയൻ ഇവിടെ ആരുമില്ലേ? സിഗ്നൽ ഡൊണേറ്റഡ്. രണ്ട് ശത്രുക്കൾ. സിഗ്നൽ ഡൊണേറ്റഡ്. രണ്ടുപേർ ഈസ് ഓൺ കസ്റ്റഡി. സിഗ്നൽ ഡൊണേറ്റഡ്. സിഗ്നൽ അലാം. ഒരു അലാം. നമ്മൾ അവന്മാർ പൂട്ടിയിട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? I want to kill the fireman, waterman and the ghost and the alien. പാലോ ചടിച്ചിട്ട് യാതൊരു മിസ്റ്റർ ഏഞ്ചൽ അല്ല മിസ്റ്റർ മസിൽ മാക്സം. സാർ നിങ്ങൾക്ക് എത്ര സമയത്ത് വന്നു? നമ്മളവിടെ പൂട്ടിട്ട ആളെ പോയി നിങ്ങൾ എടുക്കണം. സിമ്പിൾ സാർ. മിസ്റ്റർ മാഡം നിങ്ങൾ ഹാജരാവണം. നിങ്ങൾ നമ്മുടെ ബോസിന്റെ മുന്നിൽ കീഴടക്കുന്നത് നല്ലത്. എനിക്ക് സയന്റിസ്റ്റ് കുട്ടമ്പിള പോലെ നിങ്ങളെ നമ്മൾ കൊന്നുകളയും. അയ്യോ മാനപ്പടാ. നിന്റെ ഭർത്താവിനെ മാനത്ത് പാർത്തി. ഞാൻ മാനത്ത് പറിച്ചു പടാ. വേടാ അവളുടെ ഷിപ്പ്. അവളുടെ അച്ഛൻ്റെ ഫോട്ടോ. ഇവിടെ ഈ അച്ഛനെ കൊന്നതാണ് ഇവിടെ എൻ്റെ പുറകെ നടക്കുക. ഈ സാമ്രാജ്യമല്ലേ എനിക്കെന്ത് പുഞ്ചം. ഓപ്പൺ ദ ഡോർ. ആറ് എടീ എന്താടാ നിനക്ക്? നിൻ്റെ അച്ഛനെ കൊന്നതേ അതിലെനിക്ക് പങ്ക് മാത്രമേ ഉള്ളൂ. അല്ല നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനല്ല. പിന്നെ നിൻ്റെ ഈ സാമ്രാജ്യം നമ്മൾ എടുത്തത് നമ്മുടെ മുകളിലൊരു ബോസ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ബോസ്. ആ ബോസിനെ നിൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി പേരുണ്ടല്ലോ സയൻറ്റിസ്റ്റ് നമ്മളുടെ കസ്റ്റഡിയിൽ. ഞാൻ വിചാരിക്കും എപ്പോൾ ആകാശത്ത് നിൽക്കണം, എപ്പോൾ എല്ലാം മാണി അണിക്ക് നോക്കും. അവൾ അച്ഛനെ കൊന്നത് പങ്കുണ്ടായിരുന്നത് എനിക്കാ. ആര് വന്നാലും തുറന്ന് വിടരുത്. ദൂരെ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ നമ്മൾ തുടങ്ങും. ആര് വന്നാലും വിടരുത്. എന്താ ഷിപ്പ് ഉണ്ടതാ സേപ്പിനെടാ. ഇവനെ ഞാൻ തീർത്തോളാം. നിന്നെ കഴിക്കാണ്ട് വെറുതെ വിട്ടത് എൻ്റെ തെറ്റായിപ്പോയി. ഇന്ന് അതിനൊരു തീരുമാനമാവാൻ പോവാ. നീ വെള്ളത്തിൽ വാട്ടർമാനായിട്ട് വരും, തീയിൽ ഫയർമാനായിട്ട് വരും. നീ ഇവിടെ എല്ലാം ഗോസ്റ്റായിട്ട് നടക്കും. നീ ആരടാ? തമ്പി ഒരു കാര്യം നീ ഓർത്തോ, നിനക്ക് പറ്റിയ സ്ഥലം ഇതാ. അടിപൊളി പടം. സയൻറ്റിസ്റ്റ് കുട്ടമ്പിള. യെസ്, ആദ്യം പോയി ഓടിത്തന്നെ ഞാൻ തീർക്കട്ടെ. പടാ ഷിപ്പ് ഇവിടെ നിൽക്കും. ഷിപ്പ് അങ്ങനെ പോണ്ട.
എവിടാടാ എംലിയുടെ ഭർത്താവ്? പറയടാ, എവിടാടാ എംലിയുടെ ഭർത്താവ്? പറയില്ലേ? പറഞ്ഞാ നിന്നെ വെറുതെ വിടാ. പറയടാ, നീ പറ. എംലിയുടെ ഭർത്താവിനെ തിരിച്ച് താഴോട്ടാക്കി. താഴോട്ടല്ല, തിരിച്ച് മേലോട്ടാക്കി. മേലെ കാണും, ആകാശത്ത് എവിടെയെങ്കിലും കാണും. അല്ലെങ്കിൽ നിങ്ങൾ ചൊവ്വാഗ്രഹത്തിൽ പോയി അന്വേഷിക്കുക. എൻ്റെ സത്യക്കല ചൊവ്വാഗ്രഹത്തിൽ ചെയ്യിക്കാനുള്ള സത്യമുണ്ട്. മിസ്സസ് എംലി, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കൊണ്ട് പറപ്പിക്കാൻ പലതും ചെയ്യുവാടാ. നീ അവിടെ കിടക്ക്. നമുക്ക് നേരെ മാർസിൽ പോകണം. അവിടെ ഏലിയൻ്റെ കസ്റ്റഡിയിലായിരിക്കും. വാ. തുറക്കില്ലേ? തുറന്ന് കാണടാ. ബോഡി എടുക്കും, നമുക്ക് കൊണ്ടുപോവാം. വേറെ വഴിയില്ല. അങ്ങനെ കൂട്ടത്തിലുള്ള ഫാക്ട്. ഇതുപോലെ എംനീനെ കൂടെ കൊന്ന നമ്മളുടെ മോക്ഷൻ പേരും മോക്ഷന് എംലി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ വന്നപ്പോൾ ഓക്സിജൻ 1% പോലും ഇല്ലായിരുന്നു. അവന്മാർ മനപ്പൂർവ്വം ഓക്സിജൻ എംലിയുടെ ഭർത്താവ് വരുമെന്ന് വിചാരിച്ച് മനപ്പൂർവ്വം ഓക്സിജൻ ഒട്ടും ഇല്ലാണ്ടാക്കി. നേരത്തെ വന്നപ്പോൾ ഓക്സിജൻ 100%. അവന്മാർ ആ ഓക്സിജൻ ഫുൾ ഊറ്റിക്കളഞ്ഞു. എന്നിട്ട് ഗ്രാവിറ്റി കാരണം ബോഡിയെല്ലാം ഫുള്ള് എല്ലാം പഫ് ഓഫായി. ഓക്സിജൻ ഇല്ല, അത് കാരണം. അപ്പം എല്ലാം പൊട്ടി അങ്ങനെ കിടന്നു. കുറച്ച് വൈകിപ്പോയി. അവന്മാരെല്ലാം പെട്ടെന്ന് ചെയ്യും. അവന്മാരുടെ കയ്യിലെല്ലാം മാന്തജാലങ്ങളും ഉണ്ട്. എന്നെ വരെ അവന്മാരെന്നെ ഹിപ്പോട്ടൈസ് ചെയ്തു, മയക്കമരുന്ന് കഴിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ കൂടാതിരിക്കുമല്ലേ? നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. മുതലാളി, നമ്മൾ വന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനെല്ലാം അവസാന സമയത്തെ വരുള്ളൂ. അടിയിലിരിക്കുന്ന ഞങ്ങളുടെ വീരനെ വിളിക്കൂ. വീരൻ ഞാനാണ്. നമ്മളുടെ മറ്റവനെ വിളിക്കൂ. ഡായ് വാടാ ഇങ്ങോട്ട്. എന്താ മുതലാളി, പറയൂ. ഇവൻ കല്ലാതെ അഭിനയിച്ചുകൊണ്ട് അവന്മാരെ കൊല്ലും. എംലിയുടെ ഗോസ്റ്റ് ഹണ്ടറെ ഇവൻ കൊല്ലും. ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. എന്നാ നമുക്ക് ഇവനെ അങ്ങ് വിളിച്ചോണ്ട് പോവാം, അല്ലേ? വാടാ ഇങ്ങോട്ട്. എംലി, എനിക്ക് തോന്നുന്നില്ല ഇയാൾക്ക് ബാക്കിയവരെ കൊല്ലാൻ പറ്റുമെന്നു. കാരണം അവന്മാരെല്ലാം ഒരു സംഘം ചേർന്ന മനുഷ്യന്മാരെ അവന്മാര് കല്ലാക്കി മാറ്റുന്ന മൃഗങ്ങളായിട്ട് മാറ്റിയിരിക്കുകയാണ്. സംതിങ് ഫോട്ടഡ് ഞാനാടാ തുക്കുട് എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എംലിയുടെ ഗോസ്റ്റ് ഹണ്ടർ ഇവിടെ കസ്റ്റഡി. പൊട്ടിക്കാൻ നോക്കണ്ട, ഇവൻ കല്ല്.
നമ്മൾ കുറെ കള്ള കട്ടടിച്ചതാ. ഇനി നമുക്ക് കട്ടടിക്കാൻ കഴിയില്ല. കാരണം അയ്യോ പിള്ളേരെ വാടകണ്ട്. നിങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലാണ് കേട്ടാ. നിങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. വാടാ. എംനീനെ കൊല്ലപ്പോ നിങ്ങളും വരണം. അതൊന്നും എന്റെ വിഷയമല്ല. മര്യാദക്ക് വാടാ ഇങ്ങോട്ടോ. രണ്ടരക്കുമ്മ വാടാ. നീ ഇപ്പോട്ടാ ഷാക്ക് എന്നെ കൊണ്ടുപോയി. വാടാ. എംനിയുടെ ഗോസ്റ്റ് ഹണ്ടറാടാ ഞാൻ. അത് മാറ്റ്. ഷിപ്പിട്. വാതിലടിച്ച് നീ അവിടെ കല്ലായിട്ട് നിക്ക്. നീ മുതലാളി മുന്നിൽ ഇവന്മാരെ പോയി ഹാജരാക്കാനേ പറ്റൂ. ശരി സാർ. ജയിലിനകത്ത് എംഡിയുടെ ഗോസ്റ്റ് ഹണ്ടർ മതി. വേറെ ആരും വേണ്ട. ബാക്കി എല്ലാവരും അവിടെ കിടക്കട്ടെ. ശ്വാസം പോലും കിട്ടില്ല. ഈ ഒരു സമയത്ത് നമ്മളിവിടെ ടെൻഷൻ അടിക്കാൻ പാടില്ല. കഥകളെല്ലാം റിയൽ ആണോ അല്ലേന്നല്ല ആ യാത്ര തേടിയായിരുന്നു നമ്മൾ പോയത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം സത്യമാണ്. സൂചന കൊടുത്തേക്ക്. നമ്മളാ വരണു. നമുക്കറിയാം ഇതെല്ലാം എംലിയുടെ ഗോസ്റ്റ് ഹണ്ടറിന്റെ സ്വന്തമല്ലായിരുന്നില്ലേ? എംലിയുടെ ഗോസ്റ്റ് ഹണ്ടറിന് സ്വന്തമല്ലായിരുന്നില്ലേ? ഇനി അതെല്ലാം പോവാൻ പോവുകയാ. നേരെ വിടടാ. നമ്മളുടെ മാസിലേക്ക് വിട. എന്നിട്ട് അവിടെ പോയി നമുക്ക് പിന്നെ അവിടെ ബോസിനെ വിളത്താം. അതാണ് നല്ലത്. മാസിലേക്ക് നമ്മൾ പോകുകയാണ്. അവിടെ പോയി നമ്മൾ ആദ്യം ഓക്സിജൻ സിലിണ്ടർ ഓൺ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ രക്തക്കരകൾ പൊട്ടി ദേഹം മൊത്തം. എന്ത് വന്നാലും ആ ഗോസ്റ്റിനെ കൊല്ലും. അമ്മ നമ്മളെ അറസ്റ്റ് ചെയ്തേക്കുക. എന്നെ തട്ടിക്കൊണ്ട് ഓർത്തനും പോകാൻ കഴിയില്ല. അടച്ചേക്ക. നമ്മുടെ ബാക്കി ആളുകളെല്ലാം അവിടെ തന്നെയല്ലേ? അവന്മാർ അവിടെ നിൽക്കാൻ പറ. നമ്മൾ ഇത്ര പേര് മതി. ഓക്സിജൻ കൂട്ടി വയ്ക്ക്. അവന്മാരെ ജീവനോടെയാണ് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഓക്സിജൻ അവിടെ ഇരിക്കട്ടെ. എന്തൊക്കെയായിരുന്നു എംലിൻ്റെ ഷോ. എംലിക്ക് എന്നെ കൊല്ലാം. പക്ഷെ അവൾക്ക് കൊല്ലുന്നത് എന്നെയല്ല. അവൾ അച്ഛനെ കൊന്ന നമ്മളുടെ ബോസിനെയാണ് കൊല്ലേണ്ടത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അവളെ ബോസ് അവളെ കൊല്ലും. അവന്മാരെപ്പം വരും? വന്നിട്ടാണ് അവന്മാരെ എനിക്കൊന്ന് കൊല്ലാൻ. എല്ലാം നമ്മളുടെ കൺട്രോളിലല്ലേ? ഒരാളെ എവിടെ അവന്മാര് വന്നോണ്ടിരിക്കുകയാണ്. അവന്മാരിപ്പോൾ മാസിൽ കയറി വന്നോണ്ടിരിക്കുക. മാസിന് അവന്മാർ ഡയറക്റ്റ് ഇങ്ങോട്ട് ഇറങ്ങും സാർ. എനിക്ക് ആ എംഡിയുടെ ഗോസ്റ്റ് ഹണ്ടറാണ് വേണ്ടത്. വേറെ ആരെയല്ല വേണ്ടത്. എംഡിയുടെ ഗോസ്റ്റ് ഹണ്ടർ എനിക്ക് കൊന്ന് കൊല വിളിക്കണം. വാട്ടർമാൻ കള്ളനാളി പോയി സാക്രാജെന്ന് വെച്ചോണ്ടോ? ഒമ്പ്ര
സാർക്ക് രാജാവേ, എന്താ കണ്ടോ? മുതലാളിക്കൊന്ന് കാണണം. ആര്? എൻ്റെ വീരേനെ. അതെ, എനിക്ക് വരാൻ സൗകര്യമില്ല. നിന്റെ കായം അവിടെയാടാ. ഇനി അവിടെ വരത്തു പോയില്ല. നിന്റെ അന്ത്യടാ. അവനെ കാണിച്ച് പാറിച്ച് തിന്ന്. എന്റെ കാര്യം MDയിലെ ഗോസ്റ്റ് ഹണ്ടർ പുറത്തിറങ്ങിയില്ല. വാടാ. നമ്മുടെ ഫയർമാൻ, നമ്മുടെ വാട്ടർമാൻ മരിച്ചു എന്നായിട്ട് വിവരം കേൾക്കുന്നു. സത്യം തന്നെ. ആ സാർക്ക് രാജാവ് ഒക്ടോബസ് വെച്ച് കൊന്നു കളഞ്ഞു. ആ സാരല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളെല്ലാം കളി, നമ്മൾ അതിക്ക് മേലെയാണ്. എംലി ദ ഗോസ്റ്റ് ഹണ്ടർ, ഞാൻ ഉടൻ തന്നെ പുറത്തിറങ്ങി. അപ്പൊ ദാനത്തിലാണ്. അതിനുശേഷം നിന്നെ വെച്ചിട്ടുണ്ടടാ. ഫയറും വാട്ടർമാൻ അന്തരിച്ചു. ആ സാർക്ക് രാജാവ് കൊന്നു അയാളെ. ആ സാർക്ക് രാജാവിനെ കൊല്ലാൻ പാടില്ല. വെള്ളത്തിനെ തീയിട്ട് അയാളെ ഞാൻ കൊല്ലും. എൻ്റെ സഹോദരനെയാണ് അവൻ കൊന്നത്. വെള്ളത്തിൽ അവനെ തീയിട്ട് കൊല്ലും. കൊല്ലും 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 കൊല്ലും. വരയോടാ. അവൻ കട്ട സീരിയസിലാണ്. ഇനി അവൻ സാർക്ക് രാജാവിനെ കാത്തിച്ചു കൊന്നിട്ടേ. അല്ല, അതിന് സാർക്ക് രാജാവ് വെള്ളത്തിലല്ലേ ജീവിക്കണം. വെള്ളത്തിൽ തീ അറിഞ്ഞു പോവില്ലടാ പൊട്ടാ. പൊട്ടെന്ന് വെച്ചാൽ മരു പൊട്ടനാണ്. ഓപ്പനടാ. സാർക്ക് രാജാവേ, എന്താ? നിന്നെ ഞാൻ കൊല്ലൂടാ. എന്റെ സഹോദരനെ നീ തീയിട്ട് കൊന്നല്ലേ? ഇപ്പൊ നോക്കിക്കോടാ. എടാ, നീ മരമണ്ടനാണെന്ന് പറയേണ്ട ആവശ്യമില്ലടാ. നീ മരമണ്ടനാണോ, നീ മണ്ടനാണെന്ന് പറഞ്ഞ് എന്തിനാടാ നീ വില കൊണ്ട് കളയണത്? പോടാ നീ ഒന്ന്. വെള്ളത്തിൽ എവിടെയാ തീ കത്തണത്? ആ തീ ഇപ്പം അണഞ്ഞു പോയി. നിന്റെ അനിയത്തിനെ എങ്ങനെ കൊന്നല്ലേ? പോയി കാണ്. അവനെയും കൂടെ കാടിച്ച് പറിച്ച് തിന്ന്. വെള്ളത്തിൻ്റെ സഹോദരനാണ്. തീ രണ്ട് ശത്രുക്കളാണ് ജീവിതത്തിൽ. കഥയുടെ ബാക്കി ഉണ്ടാകാ ഇനി. ഒന്നാതെ രണ്ടുപേരും ഇപ്പം ഇങ്ങോട്ട് പോയിരിക്കുക. ഒരുത്തനാണെങ്കിൽ ക്യാമ്പിൻ്റെ ഇടയ്ക്ക് എവിടെയോ പോയത്. അവനെ പറ്റി വല്ല വിവരം വല്ലതും ഉണ്ടാ? ജോസഫ് ജോർജിനെ പറ്റി പറയണ. TK മാനുവൽ പോകാൻ പറ്റി. ഇവിടെ പോകാൻ പറ്റിയല്ലേ? ഇവിടെ വിശ്വാസേ എല്ലാരും കട്ടക്കൽപ്പിലാണ്. വല്ല ആവശ്യം ഉണ്ടാകുന്ന പോയി വാങ്ങിക്കാൻ. ബോസ് പുറത്തിറങ്ങാണ്ട് പറ്റില്ല. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം.
Dad! Oh my god! Robot! B10s! Yo, B10 റോബോട്ടുകൾ. ഇവിടെ സയന്റിസ്റ്റ് കുട്ടമ്പല്ല ഇൻവെന്റ് ചെയ്തുകൊണ്ടിരുന്ന റോബോട്ടുകൾ. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ നമ്മളെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെന്താ നിങ്ങളുടെ എടുത്താല് വാടാ. You are under arrest. You are under arrest. Surrender ആയിക്കോ. You are under custody. You are under custody. Hey! നിങ്ങളുടെ പ്ലാനറ്റും ഷിപ്പും എല്ലാം എയർക്രാഫ്റ്റ് എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ നിങ്ങളെ കസ്റ്റഡിയിലാക്കി. എല്ലാം നമ്മളുടെ സയൻറ്റിസ്റ്റ് കുട്ടമ്പിള്ളയുടെ കസ്റ്റഡിയിലാണ്. സയൻറ്റിസ്റ്റ് കുട്ടമ്പിള്ളിനെയും MD ദ ഗോസ്റ്റ് ഹണ്ടറെ നിങ്ങൾ വിട്ടയച്ചാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടാം. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ പോലെ റോബോട്ടായി പ്രവർത്തിക്കേണ്ടി വരും. നിങ്ങളുടെ ആളുകൾക്ക് നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. കുട്ടമ്പിള്ള എന്താ? എനിക്കറിയാം നിങ്ങളുടെ പ്ലാനറ്റായ മാസും നിങ്ങളുടെ എയർക്രാഫ്റ്റ് നിങ്ങളുടെ ഷിപ്പല്ല. അതൊന്നും മാസ് മാത്രമേ നിങ്ങളുടെ ഉള്ളൂ. എയർക്രാഫ്റ്റ് ഷിപ്പല്ല നിങ്ങൾ സ്വന്തമാക്കി. അതിപ്പോൾ എൻ്റെ റോബോട്ടുകളായ B10s റോബോട്ടുകൾ സ്വന്തമാക്കിയിരിക്കുന്നു അല്ലേ? അവന്മാരോട് അവിടെ നിന്ന് പോകാൻ പറ. ഇല്ല, അവന്മാർ ഇവിടെ വരും. തന്നെ വേണമെങ്കിൽ വിട്ടയക്കാം. MDനെ വിട്ടയക്കാൻ പറ്റില്ല. MDനെ വിട്ടയച്ചാലേ ആ റോബോട്ടുകൾ പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിവിടെ സാമ്രാജ്യം ഫുള്ള് പോകും. നിങ്ങൾ എൻ്റെ സയൻറ്റിസ്റ്റ് ഓഫീസ് സാമ്രാജ്യം ആക്കിയതല്ലേ? അവിടെ നോക്ക്, നിങ്ങളുടെ ആളുകൾ ഇപ്പോഴും ഉണ്ടാകും. അത് പല ആളുകളും ചത്തു കാണും. MDയിലെ ഗോസ്റ്റ് ഹണ്ടർ പുറത്തിറങ്ങിയില്ല. വാടാ. നമ്മുടെ ഫയർമാൻ, നമ്മുടെ വാട്ടർമാൻ മരിച്ചതായിട്ട് വിവരം കേൾക്കുന്നു. സത്യം തന്നെ. ആ സാർക്ക് രാജാവ് ഒക്ടോബസ് വെച്ച് കൊന്നു കളഞ്ഞു. ആ സാരല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളാണ് കളി. നമ്മൾ അതിക്ക് മേലെയാണ്. MD ദ ഗോസ്റ്റ് ഹണ്ടർ ഞാൻ ഉടൻ തന്നെ പുറത്താക്കി. ഞാൻ ഇപ്പം ദാനത്തിലാണ്. അത് ശേഷം നിന്നെ വെച്ചിട്ടുണ്ടടാ. ഫയറും വാട്ടർമാൻ അടിച്ചു. ആ സാർക്ക് രാജാവ് കൊന്നു അയാളെ. ആ സാർക്ക് രാജാവിനെ കൊല്ലാൻ പാടില്ല. വെള്ളത്തിൻ്റെ തീയിട്ട് അയാളെ ഞാൻ കൊല്ലും. എൻ്റെ സഹോദരനെയാണ് അവൻ കൊന്നത്. വെള്ളത്തിൽ അവനെ തീയിട്ട് കൊല്ലും. കൊല്ലും 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 കൊല്ലും. വരെയാക്കടാ. അവൻ കട്ട സീരിയസിലാണ്. ഇനി അവൻ സാർക്ക് രാജാവിനെ കാത്തിച്ചു കൊന്നിട്ടേ. അല്ല, അതിന് ഷാർക്ക് രാജാവ് വെള്ളത്തിലല്ലേ ജീവിക്കണം. വെള്ളത്തിൽ തീ അടഞ്ഞു പോവില്ലടാ പൊട്ടാ. പൊട്ടെന്ന് വെച്ചാൽ മരു പൊട്ടനാണ്. ഒപ്പനടാ. സാർ
എന്താ നിന്നെ ഞാൻ കൊല്ലൂടാ. എൻ്റെ സഹോദരനെ നീ തീയിട്ട് കൊന്നല്ലേ? ഇപ്പൊ നോക്കിക്കോടാ. എടാ നീ മരമണ്ടനാണെന്ന് പറയേണ്ട ആവശ്യമില്ലടാ. നീ മരമണ്ടനാണ്, നീ മണ്ടനാണെന്ന് പറഞ്ഞ് എന്തിനാടാ നീ വില കൊണ്ട് കളയണത്? പോടാ നീ ഒന്ന്. വെള്ളത്തിൽ എവിടെയാ തീ എത്തണത്? ആ തീ ഇപ്പം അണഞ്ഞു പോയി. എൻ്റെ അനിയത്തിനെ എങ്ങനെ കൊന്നൊന്നല്ലേ? പോയി കാണ്. അവനെയും കൂടെ കാടിച്ച് പറിച്ച് തിന്ന്. വെള്ളത്തിൻ്റെ സഹോദരനാണ് തീ. രണ്ട് ശത്രുക്കളാണ് ജീവിതത്തിൽ. കഥയുടെ ബാക്കി ഉണ്ടാകാ ഇനി പറയണം. ഒന്നാമത് രണ്ടുപേരും ഇപ്പം ഇങ്ങോട്ട് പോയിരിക്കുക. ഒരുത്തനാണെങ്കിൽ ക്യാമ്പിൻ്റെ എവിടെയോ പോവുകയും ചെയ്തു. അവനെ പറ്റി വല്ല വിവരം വല്ലതും ഉണ്ടാ? ജോസഫ് ജോർജിനെ പറ്റി പറയടാ. TK മണിയെ പറ്റി പോകാൻ പറ്റിയല്ലേ? വിവരം വിശാഖേ ഇല്ലാതെ കട്ടക്കലിപ്പിലാണ്. വല്ല ആവശ്യം ഉണ്ടാകാൻ പോയി വാങ്ങിക്കാൻ. ബോസ് പുറത്തിറങ്ങാണ്ട് പറ്റില്ല. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം. Oh my god! Robot! B10s! Yo, B10 റോബോട്ടുകൾ. നമ്മുടെ സയന്റിസ്റ്റ് കുട്ടമ്പള ഇൻവെന്റ് ചെയ്തുകൊണ്ടിരുന്ന റോബോട്ടുകൾ. ഒറ്റ ദിവസം വന്ന് നിങ്ങൾ നമ്മളെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെന്താ നിങ്ങളുടെ എടുത്താലും വാടാ. You are under arrest. Surrender ആയിക്കോ. You are under custody. Hey! നിങ്ങളുടെ പ്ലാനറ്റും ഷിപ്പും എല്ലാം എയർക്രാഫ്റ്റ് എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ നിങ്ങളുടെ കസ്റ്റഡിയിലാക്കി. എല്ലാം നമ്മളുടെ സയൻറ്റിസ്റ്റ് കുട്ടമ്പിള്ളയുടെ കസ്റ്റഡിയിലാണ്. സയൻറ്റിസ്റ്റ് കുട്ടമ്പിള്ളിനെയും MD ഗോസ്റ്റ് ഹണ്ടറെ നിങ്ങൾ വിട്ടയച്ചാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടാം. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ പോലെ റോബോട്ടായി പ്രവർത്തിക്കേണ്ടി വരും. നിങ്ങളുടെ ആളുകൾക്ക് നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. കുട്ടമ്പിള്ള എന്താ? എനിക്കറിയാം നിങ്ങളുടെ പ്ലാനറ്റായ മാസും നിങ്ങളുടെ എയർക്രാഫ്റ്റ് നിങ്ങളുടെ ഷിപ്പെല്ലാം അതൊന്നും മാസ് മാത്രമേ നിങ്ങളുടെ ഉള്ളൂ. എയർക്രാഫ്റ്റ് ഷിപ്പെല്ലാം നിങ്ങൾ സ്വന്തമാക്കി. അതിപ്പോൾ എൻ്റെ റോബോട്ടുകളായ B10s റോബോട്ടുകൾ സ്വന്തമാക്കിയിരിക്കുന്നു അല്ലേ? അവന്മാരോട് അവിടെ നിന്ന് പോകാൻ പറ. ഇല്ല, അവന്മാർ ഇവിടെ വരും. തന്നെ വേണമെങ്കിൽ വിട്ടയക്കാം. എംലിനെ വിട്ടയക്കാൻ പറ്റില്ല. എംലിനെയും വിട്ടയച്ചാലേ ആ റോബോട്ടുകൾ പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിവിടെ സാമ്രാജ്യം ഫുള്ള് പോകും. നിങ്ങൾ എൻ്റെ സയൻറ്റിസ്റ്റ് ഓഫീസർ സാമ്രാജ്യമാക്കിയതല്ലേ? അവിടെ നോക്ക്, നിങ്ങളുടെ ആളുകൾ ഇപ്പോഴും ഉണ്ടാകും. അതിൽ പല ആളുകളും ചത്തു കാണും.
നിങ്ങളുടെ ഹെലികോപ്റ്റർ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. പിന്നെ നിങ്ങളുടെ 2 ജീനിയസ് ആളുകളുണ്ടല്ലോ, ഒരു ഗുണ്ട മസിൽ മാക്സിൻ, അവനും പിന്നെ ഞങ്ങളുടെ ഷിപ്പ് ഓടിച്ചവനുണ്ടല്ലോ ക്യാപ്റ്റൻ ഏലിയൻ, അവന്മാരെല്ലാം അവിടെ നോട്ടല്ല സൈലൻസർ വെച്ച് ഞാൻ പറ്റില്ലേ അവിടെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ക്യാമറയിൽ കൂടെ നോക്ക്. ചുറ്റും അപ്പുറം ഇപ്പുറം ആളുകൾ, ചുറ്റും കൺട്രോൾ ഞങ്ങളുടെ കയ്യിലാണ്. ഓക്സിജൻ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഓഫ് ചെയ്യും. ഓക്സിജൻ ഓഫ് ചെയ്താൽ പിന്നെ ബാക്കി പറയണ്ടല്ല, എല്ലാം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അതായത് നിങ്ങൾ തട്ടിപ്പടിച്ച ഞങ്ങളുടെ സാമ്രാജ്യം വീണ്ടും ഞങ്ങളെ കയ്യിൽ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ ഇനി ഞങ്ങളെ വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ടെമ്പർ സാമ്രാജ്യം കൂടെ ഞങ്ങൾ എടുക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം സ്ഥാപനവും നിങ്ങളുടെ കൈയടിയെല്ലാം ഇനി നിങ്ങളിനി അടുത്ത കൈകാര്യം പോകുന്ന സ്ഥലം വല്ലതും ഉണ്ടോ? ഉണ്ടടാ. എമിയുടെ ഗോസ്റ്റ് ഹണ്ടറുടെ ഫൂട്ട് നിഞ്ച പോലെ ഇരിക്കുന്ന വീടുണ്ട്. അത് ഞങ്ങളുടെ ആളുകൾ എടുക്കാൻ പോകും. നമുക്ക് വാട്ടർമാനും ഫയർമാനാണ് നഷ്ടപ്പെട്ടത്. നമുക്ക് ഏലിയൻസിൻ്റെ എണ്ണം കൂടുതലാടാ. നമ്മൾ കുറേ ഫോത്തിന് അങ്ങോട്ട് അയച്ച് കഴിഞ്ഞിരിക്കും. എൻ്റെ ബോക്സാ പേരമേ, നിങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തട്ടിയെടുത്ത ഒറ്റ സെക്കൻഡ് കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എമ്മയുടെ വീട് നമ്മുടെ കൂട്ടത്തിൽ ആൾ തന്നെ എടുക്കും. ഫുൾ സെറ്റപ്പാണ് അവിടെ. ഇതാണ് വീടെന്ന് തോന്നുന്നു. അത് കയറരുത്. അവന്മാർ വന്നു, അവന്മാർ വരികയാ. ഈ വരിക്കൂടെ നമുക്ക് കാണാം. വാ, they are coming, be ready. അയ്യോ അല്ലേ, അങ്ങനെ അങ്ങ് പോയാലാ. പ്ലാൻ സക്സസ്ഫുൾ. അങ്ങനെ നിങ്ങൾ എൻ്റെ പറ്റി എന്താ വിചാരിച്ച? നിങ്ങൾ എന്തൊന്ന് മുൻകൂട്ടി കാണുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളെല്ലാം നിങ്ങൾ ലക്ഷ്യം വെച്ച എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ ആളുകളെ കസ്റ്റഡിയില്ല. അവന്മാരെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ഇത്ര ഏലിയൻസ് വെച്ച് പറ്റില്ല. നിങ്ങളുടെ ബോസ് ഞാനും കയ്യിൽ എത്തിയില്ലേ, കാരണം കുറേ ദിവസമായില്ലേ. നമ്മുടെ ബോസ് ഇപ്പോഴൊന്നും ഇറങ്ങില്ല, അതറിയാം. പക്ഷേ ഇറങ്ങണ അന്ന് ഓപ്പണ്ടോ എന്നെ പിടിച്ച് അകത്തിടാ. ശരി, യെസ്.
നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം വേറെ ആരും ഇല്ലാത്തതുകൊണ്ടോ അല്ല. നിങ്ങളെ സ്കൂളിൽ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ഇനി സ്കൂളിൽ പോയാൽ നിങ്ങൾക്ക് TC ആണ്. കാരണം ഇങ്ങനെയെല്ലാം കണ്ടെന്ന് വിചാരിച്ചാൽ ആരും വിശ്വസിക്കാൻ പോണില്ല. ഹോസ്റ്റൽക്കാർ ആദ്യം പരാതി കൊടുത്തു, പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ വരെ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എന്തു ചെയ്യും? എല്ലാം ഞാനത് തുടങ്ങി വെച്ചല്ലേ, ഞാൻ തന്നെ എല്ലാം അവസാനിപ്പിക്കും. ടീച്ചർ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാം. ഞാൻ പുറത്തായാലും രാഘവൻ പീസൂണിൽ പുറത്താവില്ല. അവനെങ്കിലും പഠിച്ച് നമുക്കങ്ങ് തുടങ്ങിയേക്കാം അല്ലേ? ഐശ്വര്യമായിട്ട് ഇവിടുത്തെ ഓക്സിജൻ ഫുൾ ഊറ്റിക്കളയാ. വീണ്ടും ഓക്സിജൻ കയറിയിരിക്കുന്നു. ഒന്ന് കറക്കാന്നേ. ഓക്സിജൻ ഒറ്റ കറക്കിലങ്ങ് ഓക്സിജൻ കൊണ്ട് കളാ. മതിച്ചേ. ഇതെന്താ ഊരാത്തത്? അല്ലെങ്കിൽ ഇതെല്ലാം ഊരുന്നതാണല്ലോ. അങ്ങനെ ഓക്സിജൻ കുറഞ്ഞു വരും. കുറയാത്തത് കറുത്ത് 0-ലാകുമ്പോൾ ഓക്സിജൻ കുറയ്ക്കാൻ നോക്കും. അവന്മാർ ജീവിക്കാൻ പാടില്ല, മനുഷ്യന്മാരില്ലേ. ഓക്സിജൻ കുറയാനും ഇല്ല. മുതലാളി താനുണ്ടായി വന്നില്ലേ? നമ്മളങ്ങ് ഇറങ്ങുക. മുതലാളി വന്നുകൊണ്ടിരിക്കുക. ബോസ് ഈസ് കമ്മിങ്. നമസ്കാരം ബോസ്. എംലി ദ ഗോസ്റ്റ് ഹണ്ടർ. നിന്റെ അച്ഛനെ ശരിക്കും കൊന്നത് ഞാനാ. പോയി കേസ് കൊടുക്കടി. നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോവാം. ഇവിടെ ബോറ്. എംലി, നിന്റെ അച്ഛൻ ഒരു ഷിപ്പ് യാത്രക്കാരനായിരുന്നു. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിനക്കറിയാം. എന്നാൽ നിന്റെ അച്ഛനെ കൊന്നവരെ നീ അന്വേഷിച്ച് വന്ന എൻ്റെ പോലത്തെ ഭീകരന്മാരെ കാണും. സോറി, myself Veera the boss. എല്ലാം എൻ്റെ കയ്യിലാണ്. ഞാൻ വിചാരിച്ച എന്തായാലും നടക്കും. ഞാൻ ഇത്ര ദിവസം തപസ്സിരിക്കുകയായിരുന്നു. കാരണം മോക്ഷനെ എംലി കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ മോക്ഷയുടെ സൈഡ് സാക്ഷ്യത കണ്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. അത് കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതിന് സാക്ഷി ആ മനുഷ്യനെ ഞാനിങ്ങനെ എല്ലാം പരിവർത്തിയാക്കിയപ്പോൾ എല്ലാക്കി ഞാൻ ഏലിയൻ്റെയും കണ്ടോ, മോക്ഷൻ ഏലിയനിപ്പം മോക്ഷൻ ഗോസ്റ്റ് ആയിരിക്കുകയാണ്. ഞാൻ വിചാരിക്കും ഇവിടെ ഏലിയൻ ആക്കണോ, ഗോസ്റ്റ് ആക്കണോ, മറ്റതാക്കണോ, മറിച്ചതാണോ എന്ന്. എന്നാലും എംലി ദ ഗോസ്റ്റ് അവിടെ തന്നെ ആ പാറയാക്കുള്ള സത്യമുണ്ട്. ഇവന്മാർക്കല്ലേ എൻ്റെ വക ശക്തിയുണ്ട്. ഇത്ര ദിവസം ഇവിടെ തപസ്സിരുന്ന് എംലിയുടെ സ്ഥാപനങ്ങളെല്ലാം എടുക്കാൻ ഓർഡർ ഇട്ട ഞാനായിരുന്നു. കാരണം എന്താണ് പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെട്ടും. ഞാൻ നിന്നെ വെട്ടും. ഞാൻ പറയണ മുമ്പ് നീ ഒന്ന് നിന്നെ. നിന്റെ അച്ഛൻ്റെ സ്ഥാപനങ്ങളായ ഷിപ്പ്, എയർക്രാഫ്റ്റ്, പിന്നെ സയന്റിസ്റ്റ് കുട്ടമ്പിള്ള, ഇതെല്ലാം ഞാൻ തട്ടിപ്പറിച്ചു. എൻ്റെ ആളുകളെ കസ്റ്റഡിയിലാക്കിയത് നിന്റെ അച്ഛൻ്റെ ആഗ്രഹം കൊണ്ടാണ്. അതറിയണമെങ്കിൽ 10 വർഷം മുമ്പ് നടന്നതിലേക്ക് പോകണം.